ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് അവരുടെ ബാല്യകാലം. കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും നിറഞ്ഞ മനോഹരമായ കാലഘട്ടമാണ് അത്. ആവലാതികളോ ദുഃഖങ്ങളോ സമ്മർദ്ദങ്ങളോ യാതൊന്നും തന്നെ അലട്ടാത്ത ഒരു കാലഘട്ടം കൂടിയാണ് അവരുടെ കുട്ടിക്കാലം. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും സംരക്ഷണയിൽ കഴിയുന്ന കാലഘട്ടം കൂടിയാണ് അത്. എന്നാൽ നമ്മളുടെ കുട്ടികൾ ഇന്ന് എത്രമാത്രം സുരക്ഷിതരാണ് എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികൾ ഒട്ടും തന്നെ ഈ സമൂഹത്തിൽ സുരക്ഷിതരല്ല എന്ന് മനസ്സിലാക്കാം. സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് ഓരോ കുട്ടികളുടെയും സംരക്ഷണം എന്നത്. തെറ്റേത് ശരിയേത് എന്നറിയാത്ത കാലമാണ് അവരുടെ ചെറുപ്പം. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷിതത്വം നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്ക് നേരെ ഒട്ടനവധി കുറ്റകൃത്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. ലൈംഗിക അതിക്രമങ്ങൾക്കിരയായ കുട്ടികളുടെ കണക്കുകൾ മനസ്സിലാക്കുന്നതിനായി ചില ദത്തങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ കണക്കുകൾ പ്രകാരം എത്രമാത്രം വർധനയാണ് ബാലപീഡനവുമായി നടന്നിട്ടുള്ളത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. 2022 മുതലുള്ള കണക്കുകൾ പ്രകാരം 30,000 കേസുകൾക്ക് മുകളിലാണ് വർധനയുണ്ടായിരിക്കുന്നത്. 2001 10,000-ൽ താഴെ നിന്ന കേസുകൾ 2012 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിരിക്കുന്നതായി കാണാം. 2016-ൽ ഉയർന്ന അളവിൽ ഇത് എത്തി നിൽക്കുന്നതായി മനസ്സിലാക്കാം. 2023 വരെയുള്ള കണക്കുകൾ പ്രകാരം കേരളം ഇത്തരം കേസുകളിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നതായി കാണാം. 2025-ലേക്ക് എത്തുമ്പോൾ 41,574 കേസുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. അവസാന 2 വർഷങ്ങളിലെ കണക്കുകൾ നോക്കിയാൽ ഏറ്റവും അധികം പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. കുടുംബങ്ങളിൽ തന്നെ കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കാഴ്ച ഇന്ന് സർവ്വസാധാരണമാണ്. ആരുടെ കൈകളിലാണോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ കുട്ടികൾ ഏറ്റവും അധികം സുരക്ഷിതരെന്ന് നാം കരുതുന്നവോ അവിടങ്ങളിൽ നിന്ന് തന്നെ അവർ ആക്രമിക്കപ്പെടുന്നത് നമ്മൾക്ക് ഇന്ന് കാണേണ്ടതായി വരുന്നു. അതുപോലെ തന്നെ സ്വന്തം സഹോദരങ്ങളാലോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളാലോ തന്നെ അവർ ആക്രമിക്കപ്പെടുന്നു. ഇതിന് എതിരായി അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് 2012-ൽ കൊണ്ടുവന്ന ആക്റ്റാണ് പോക്സോ ആക്ട്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ട സംരക്ഷണം നിയമം ഉറപ്പുതരുന്നു. ഇന്ത്യയിലെ കുട്ടികളുടെ ലൈംഗിക പീഡന നിയമങ്ങളുടെ ഭാഗമായി ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും അവർക്ക് ഉറപ്പുതരുന്നുണ്ട്. 2012 മെയ് 22-ന് ഇന്ത്യൻ പാർലമെൻറ്റ് പോക്സോ ആക്ട് ബില്ല് പാസാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോക ജനസംഖ്യയിൽ ഏറ്റവും അധികം കുട്ടികളുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ഏകദേശം 2025-ലെ കണക്കുകൾ നോക്കിയാൽ 431 മില്യൺ കുട്ടികളാണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് നമുക്ക് കാണാം. ആർട്ടിക്കിൾ 21-ന്റെ ഭാഗമായി
ഇന്ത്യയിലെ പൗരന്മാർക്ക് കുട്ടികളുടെ സംരക്ഷണം ഉറപ്പു തരികയും ചെയ്യുന്നുണ്ട്. പോക്സോ കേസ് എന്താണെന്നും അത് എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുണ്ട് കുട്ടികൾക്ക് എന്നതും അതിൻ്റെ വിശാലമായ അറിവിലേക്കും നയിക്കുന്നതിന് വേണ്ടി ഹൈക്കോർട്ടിലെ വക്കീലായിട്ടുള്ള സഫൽ സാറിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൽ തന്നെ അത്യന്തം പ്രധാനപ്പെട്ട ഒരു നിയമത്തെ പറ്റിയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, പോക്സോ 2012. പോക്സോ എന്ന് ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഈ നിയമം 18 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ആൺ പെൺ ഭേദമന്യേ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി, വ്യക്തമായി പറഞ്ഞാൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് പോക്സോ. സാമൂഹികപരമായി കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഈ പോക്സോ നിയമത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. പോക്സോ നിയമത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന സംരക്ഷണം എന്ന് പറയുന്നത് 3 തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നാണ് കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കുന്നത്. സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ ഹറാസ്മെൻറ്റ്, അതുപോലെ തന്നെ കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ള പോണോഗ്രഫി, ഇതുപോലെയുള്ള പീഡനങ്ങളിൽ നിന്നാണ് ഈ നിയമപ്രകാരം കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കുന്നത്. പോക്സോ നിയമം സെക്ഷൻ 3 to 10 പറയുന്നത് സെക്ഷൽ അസോൾട്ടിനെ പറ്റിയാണ്. പെനട്രേറ്റീവും നോൺ പെനട്രേറ്റീവുമായിട്ടുള്ള സെക്ഷൽ അസോൾട്ടുകളെ പറ്റിയും അതിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ചും പ്രതിപാദിക്കുന്നത് 3 മുതൽ 10 വരെയുള്ള സെക്ഷനുകളിലായിട്ടാണ്. പോക്സോ നിയമപ്രകാരം സെക്ഷൻ 11-12 പറയുന്നത് സെക്ഷൽ ഹറാസ്മെൻറ്റിനെ പറ്റിയാണ്. കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റും അതുപോലെ തന്നെ അതിൽ തുടർന്നുണ്ടാവുന്ന പണിഷ്മെൻറ്റുകളെക്കുറിച്ചുമാണ് സെക്ഷൻ 11-ലും 12-ലും പ്രതിപാദിക്കുന്നത്. എന്നാൽ സെക്ഷൻ 13 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിൽ ചൈൽഡ് പോണോഗ്രഫി, കുട്ടികളെ പോണോഗ്രഫിക് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നതും അതിന് പ്രേരിപ്പിക്കുന്നതുമായ കുറ്റകൃത്യങ്ങളെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 13 മുതൽ 15 വരെയുള്ള സെക്ഷനുകളിലായിട്ടാണ്. അതിൻ്റെ പണിഷ്മെൻറ്റും ഈ സെക്ഷനുകളിൽ പറയുന്നുണ്ട്. നമ്മളുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. നമ്മളുടെ കുട്ടികളുടെ സംരക്ഷണത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടിയാണ് പോക്സോ നിയമത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം കുട്ടികളെയും ഇതിൽ അവബോധരാക്കേണ്ടത്. എന്താണ് പോക്സോ നിയമമെന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ അറിവുകൾ അഡ്വക്കറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ബാല്യത്തിൻ്റെതായ നിഷ്കളങ്കതയും കളിചിരിയും അവരിൽ നിന്ന് മാറാതെ തന്നെ അവർക്ക് വേണ്ട സംരക്ഷണവും സുരക്ഷയും നൽകേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ്. അവരുടെ കാവൽക്കാരായി നമുക്ക് മാറേണ്ടതുണ്ട്. ഓരോ കുട്ടിയും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടെയും സുരക്ഷിതരായി വളരട്ടെ. നന്ദി.